സർ, ഈ ബി ജെ പി പൊളിറ്റിക്സ്, കേരളത്തിലെ ബി ജെ പിയുടെ അവസ്ഥ, അതായത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ആര് വരുമെന്നുള്ള ചർച്ച ഇങ്ങനെ വല്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബി ജെ പിയുടെ ജില്ലാ തലത്തിൽ, അതായത് ജില്ലാ കമ്മിറ്റികളൊക്കെ വിഭജിച്ച് രണ്ടും മൂന്നും കമ്മിറ്റികളൊക്കെ ആക്കി, പുതിയ അധ്യക്ഷന്മാരെയൊക്കെ ആക്കി ഈ പ്രവർത്തനം ഊർജിതമാക്കുക, താഴെ തട്ടിലേക്ക് വ്യാപിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ബി ജെ പി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ അതിൻ്റെ മണ്ഡലം പ്രസിഡന്റ് മുതൽ അങ്ങ് ജില്ലാ പ്രസിഡന്റ് വരെയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ കഴിഞ്ഞെങ്കിലും സംസ്ഥാന അധ്യക്ഷ അല്ലെങ്കിൽ അധ്യക്ഷൻ എന്നീ പദവിയിലേക്ക് ആര് വരും എന്നതാണ് ചോദ്യം. ശോഭാ സുരേന്ദ്രൻ്റെ പേര് വല്ലാതെ അണികളൊക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എം ടി രമേശിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഒരു മികച്ച സ്ഥാനാർത്ഥിയായിരിക്കും. തിരുവനന്തപുരത്ത് നിന്ന് അത്രയും വോട്ട് നേടി ശശി തരൂരിനെ പരാജയത്തിനടുത്തെത്തിച്ച വ്യക്തിയാണ് എന്ന നിലയിലൊക്കെ കുറച്ചുകൂടെ നല്ലതാകുമെന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്തായാലും ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് ഇനി വരാൻ പോകുന്നത്? ആരായിരിക്കാനാണ് സാധ്യത? ആര് വന്നാലാണ് ബി ജെ പിയെ കുറച്ചുകൂടി നന്നായി നയിക്കാൻ കഴിയുക? പാർത്തായി, നമ്മുടെ പ്രകൃതിയിൽ ഒരു സയൻസ് ഉണ്ട്, നിനക്കറിയാം. അതുകൊണ്ട് ഈ വാട്ടർ ലെവൽ എന്ന് പറയും. വാട്ടർ അറിയാമോ? വാട്ടർ ലെവൽ നോക്കുന്ന അറിയാതെ നമ്മുടെ ഈ എല്ലാത്തിനകത്തും ലെവൽ നോക്കുന്ന വാട്ടർ ലെവൽ വെച്ചാൽ നമുക്ക് നേരെ കണ്ടാൽ മനസ്സിലാവത്തില്ല. അതുപോലെയാണ് ബി ജെ പി കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ ബി ജെ പി വളർന്നു പോകുമ്പോൾ ഇവിടെ ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും സമാന്തരമായിട്ടുള്ള വളർച്ച, അല്ലെങ്കിൽ ബി ജെ പി ഇവിടെയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് വരുന്നതിന് വേണ്ടിയുള്ള ജനാധിപത്യത്തിൽ കൂടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശതമാനക്കണക്ക് വരുന്നത്. ഇപ്പൊ ബി ജെ പിക്കകത്ത് ബി ജെ പിയുടെ സംഘടനാ പാഠവുമോ അല്ലെങ്കിൽ ഇതുവരെ നടന്ന 84-ന് ശേഷം നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിനോ ഒന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. 6% വോട്ടുള്ളപ്പോഴും സംഘടനാ ഇലക്ഷൻ നടത്തി, വളരെ കൃത്യമായിട്ട് സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി, നേതാക്കന്മാരെ ഉണ്ടാക്കി. ആ നേതാക്കന്മാരെ സമൂഹത്തിൽ വരെയുള്ളവരായതുകൊണ്ട് ബി ജെ പിയുടെ ഒരു കാര്യം എവിടെയും അവതരിപ്പിക്കാൻ എത്ര ആളില്ലാത്ത അവസ്ഥയിലും കേരളത്തിൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. മറ്റുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല. എനിക്ക് മനസ്സിലാവുന്ന എന്റെ പ്രായത്തിനകത്തുള്ള ബി ജെ പിയുടെ കാര്യം ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ മനസ്സിലാക്കുന്നത് ബി ജെ പി അങ്ങ് വല്ലാതെ വളർന്നു. ലോകത്തിലെ 2ാമത്തെ പാർട്ടിയാണ് ബി ജെ പി. ഇന്ത്യയിലെ മറികടക്കാൻ പറ്റാത്ത ശക്തിയായിട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉറ്റുനോക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. ആ ബി ജെ പിയുടെ ഭാഗമായിട്ട് ഇനിയും ഒരു തുരുത്ത്, അത് കേരളവും അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന തമിഴ്നാടും ഒക്കെ ആണ് ബി ജെ പിക്ക് ബാലി കേറാ മല എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ബാലി ചെറുതായിട്ട് കയറി തുടങ്ങി. അതാണ് സുരേഷ് ഗോപിയുടെ ഒക്കെ ലക്ഷണം. അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സർവേ ഉണ്ട്, നമ്മുടെ സംഘടന ആ കാര്യം പറഞ്ഞിട്ട് സർവേക്കകത്ത് പറഞ്ഞത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 7% വോട്ടും കൂടി അധികം പിടിച്ച് 17ന്റെ കൂടെ 7% കൂട്ടി അധികം പിടിച്ച് ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് കേരളത്തിൽ മാറാൻ പോകുന്നത് ബി ജെ പി ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിലേക്ക് ബി ജെ പിയുടെ വളർച്ച വന്നു കഴിഞ്ഞു. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ബി ജെ പി തുല്യ ശക്തിയായി. പക്ഷെ എന്തുകൊണ്ട് ഇവിടെ അധികാരത്തിൽ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ എം പി ആവാനോ എം എൽ എ ആവാനോ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ബി ജെ പി മനസ്സിലാക്കി സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രവർത്തിച്ചാലേ നിങ്ങൾക്ക് എം പി എം എൽ എയും ഉണ്ടാകത്തുള്ളൂ. മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളും പലവട്ടം അധികാരത്തിലിരുന്ന് അല്ലെങ്കിൽ താഴെ തട്ട് വരെയുള്ള ജനങ്ങൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ അവർക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പഞ്ചായത്ത് തലം തൊട്ട് അല്ലെങ്കിൽ നിയമസഭയിലും ലോകസഭയിലും ആളുള്ളപ്പോൾ ആ പാർട്ടി എത്ര മോശം കാണിച്ചാലും സാധാരണക്കാരന് ഒരു കാര്യം പറയാൻ പറ്റുന്ന ജനപ്രതിനിധികൾ അവരുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ആദ്യമേ നിങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ആളിനെ ഉണ്ടാക്കണം. അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ, ഞാൻ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, 6% വോട്ടുള്ളപ്പം ഇവിടെ ആളുകൾ അറിയുന്ന നേതാക്കന്മാർ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ബി ജെ പിയുടെ അവസ്ഥ അവർക്ക് കേൾക്കുമ്പോ സൂചിച്ചില്ലേലും ഒരു കാര്യം ഞാൻ പറയാം, ജനത്തിന്റെ ഇടയ്ക്കൽ അറിയാവുന്ന നേതാക്കന്മാര് താഴെ തട്ടിലില്ല. മത്സര രംഗത്ത് പാർട്ടി സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ, പാർട്ടിക്ക് വരുമാനം ഉണ്ടായപ്പോൾ, അധികാരം ഉണ്ടായപ്പോൾ പണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇതിന്റെ കൂടെ നിന്ന ആൾക്കാരെ തള്ളി പുറകിലോട്ട് മാറ്റി ഇവർ കയറി അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നിട്ട് ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നല്ല ഫണ്ടുള്ള പാർട്ടി ആയതുകൊണ്ട് ഫണ്ട് താപ്പോട്ട് വരുമ്പോൾ ഈ ഫണ്ടും മേടിച്ചിട്ട് പോസ്റ്റർ ഒട്ടിക്കേണ്ടവൻ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ട് അതിന്റെ പുറകിൽ നിന്ന് സെൽഫി ഒട്ടിച്ച് എടുത്ത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ട് ബാക്കി പോസ്റ്ററും കൊണ്ട് വെള്ളത്തിൽ കൂടെ താപ്പോട്ട് കളഞ്ഞിട്ട് പോകുന്നതുകൊണ്ടാണ് ബി ജെ പി അധികാരത്തിൽ വരാത്തത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ പാർത്ഥൻ ചോദിച്ചതുപോലെ എങ്ങനെ ആയിത്തീരും? ഇപ്പം നല്ല കാര്യമാ.
30 പ്രസിഡന്റുമാരെ തീരുമാനിക്കും. പ്രസിഡന്റുമാര് ഈ ജനസാന്ദ്രത കൂടുതലുള്ളിടത്ത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് നേതാക്കന്മാർ എത്തുന്നതിന് വേണ്ടിയാണല്ലോ കൂടുതൽ നേതാക്കന്മാരെ തീരുമാനിക്കുന്നത്. അപ്പൊ തീരുമാനിക്കട്ടെ. അല്ലെങ്കിൽ 20,000-ഓളം ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കട്ടെ. ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ച ഈ ദേശീയ ലെവലിൽ വരെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി നിങ്ങൾ ആൾക്കാരെ ആ പോസ്റ്റിൽ പിടിച്ചിരുത്തുമ്പോൾ അവർക്ക് ആഭരണമാകുന്നത് മാത്രമാകരുത് ഈ പോസ്റ്റുകൾ. അല്ലെങ്കിൽ അവർക്ക് ആഭരണമാകുന്ന പോസ്റ്റുകളായിട്ട് വന്നാൽ ഈ പറയുന്ന പോലെ താഴെത്തട്ടിൽ ജനപ്രതിനിധികൾ ഉണ്ടാവത്തില്ല, MLA ഉണ്ടാവത്തില്ല, MP ഉണ്ടാവത്തില്ല. അപ്പം ഇപ്പൊ ഈ പറയുന്നത് പോലെ പാർത്ഥൻ ചോദിച്ചാൽ ആരാകും പ്രസിഡന്റ്? യായി ചന്ദ്രശേഖരന്റെ പേര് പറയുന്നു, ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്റെ പേര് പറയുന്നു, ഈ പറയുന്ന രമേശന്റെ പേര് പറയുന്നു. അതിനകത്ത് ആദ്യത്തെ പേര് ശോഭാ സുരേന്ദ്രന് വരുന്നതിനകത്തുള്ള കാര്യം എന്താ? പ്രതാപനും വിചാരിക്കും ശോഭ വന്നാൽ മതിയായിരുന്നു, പ്രതാപന് BJP ആയിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്ക് ബന്ധമില്ല. പ്രതാപൻ എന്നാലും മനസ്സുകൊണ്ട് വിചാരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ വന്നാൽ എന്താ കാര്യം, എന്താ കാര്യം? അല്ലെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ വന്നില്ലെങ്കിൽ രമേശൻ വന്നാൽ. മൂന്നാമതേ നിങ്ങൾ ഈ പറഞ്ഞ മൂന്നാമത്തെ പേര് നിങ്ങൾ ആലോചിക്കത്തുള്ളൂ. ഞാൻ അങ്ങനെയുള്ളൂ, ഞാൻ എന്റെ കാര്യം വെച്ച് പറയാം. അതിന്റെ കാര്യം എന്തോന്ന് പ്രധാനം മനസ്സിലായില്ലേ? ശോഭാ സുരേന്ദ്രൻ ജനങ്ങളുടെ ഇടയിലുണ്ട്. അവരുടെ വർത്തമാനം കേൾക്കാനും അവരുടെ ആ ജനത്തിനോടുള്ള ജനത്തെ കൂട്ടിപ്പിടിക്കുന്നതിനകത്ത് ഒരു സുഖം നമ്മളും അനുഭവിക്കുന്നില്ല. ആളുടെ കാര്യം പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ പറയുമ്പോൾ ഒരു നേതാവ് പറയുമ്പോൾ ഒരു ആവേശം ജനങ്ങൾക്ക് കിട്ടുന്നില്ലേ? ആ രീതിയിലുള്ള നേതാക്കന്മാരുണ്ടാവണം. അത് ബൂത്ത് തലം തൊട്ട് സംസ്ഥാന ലെവൽ വരെ ഉണ്ടാവണം. ആ രീതിയിലുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന് തീരുമാനം ഉണ്ടാവണം. അതിനകത്ത് മത്സരബുദ്ധിയോടുകൂടി എനിക്കല്പം പൈസ ഉണ്ടാക്കാം ഈ പോസ്റ്റിനകത്തിരുന്നാൽ എന്ന് വിചാരിച്ചിട്ട് മുന്നോട്ട് പോയാൽ ഈ പറയുന്നത് പോലെ അടുത്ത പ്രാവശ്യവും ഈ പറയുന്ന എനിക്കല്പം പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ MLA MP ഒന്നും ആവണ്ട. കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാല് കേരളത്തിൽ BJP-യുടെ ഒരു അത്യാവശ്യം നേതാവായി പ്രതാപൻ നിന്ന് കഴിഞ്ഞാൽ പ്രതാപൻ ആവശ്യം പോലെ പൈസ ഉണ്ടാക്കാം. അതിന് MLA MP ഒന്നും ആവണ്ട. അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൂടായികയല്ല, BJP-യുടെ പല ജില്ലാ പ്രസിഡന്റുമാരും വന്നപ്പോ അവരുടെ വീട് എങ്ങനെയായിരുന്നു, ഇപ്പൊ അവരുടെ വീട് എങ്ങനെയാന്നൊക്കെ പോയി നോക്കിയാൽ മതി. അപ്പൊ ഈ രീതിയിലുള്ള മത്സരം ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ പോസ്റ്റുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അതിനകത്തു നിന്നും ജീവിക്കാം അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാരെ കുറച്ചെങ്കിലും ഉള്ള ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിനകത്ത് BJP-യുടെ തീരുമാനം ഉണ്ടോ നമുക്കറിയത്തില്ല. രമേശന്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിനകത്ത് BJP-യുടെ തീരുമാനം ഉണ്ടോ എന്ന് അറിയത്തില്ല. ശോഭാ സുരേന്ദ്രന്റെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട്, അതിനകത്തുണ്ടോ എന്ന് അറിയത്തില്ല. സുരേന്ദ്രൻ തുടരുമെന്ന് പറയുന്നുണ്ട്, ആ തീരുമാനം എത്തും നമുക്കറിയത്തില്ല. ഏതായാലും നമ്മൾക്കറിയാവുന്ന BJP-യുടെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നടക്കുന്നു, അത് കൂടുതൽ വിശാലമാക്കുന്നതിന് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തുന്നു. ഇതെല്ലാം നല്ലത് തന്നെ. സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാർട്ടി BJP ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി വലുപ്പത്തിൽ നടക്കുന്ന പാർട്ടി CPM ഉള്ളൂ. കോൺഗ്രസിന് ഈ കാര്യം ആലോചിക്കാൻ പോലും പറ്റത്തില്ലെന്ന് നമുക്ക് കുറെ ആളുകൾ മനസ്സിലായി. അപ്പൊ ആ രീതിയിൽ ഒരു കേഡർ സംവിധാനമുള്ള പാർട്ടി, ആ കേഡർ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ തീരുമാനിച്ച് മുന്നോട്ട് പോകണം. ഇതിനകത്ത് ഗ്രൂപ്പ് ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇതിനകത്ത് മത്സരമുണ്ട്. ആ മത്സരം പാർട്ടി വളർത്തുന്നതിനപ്പുറം സ്വന്തം താല്പര്യങ്ങളും അല്ലെങ്കിൽ പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയുമുള്ള ആൾക്കാരാണ് കയറിക്കേറിയിട്ടുണ്ടെങ്കിൽ നാളെക്കാലത്തെയും നിങ്ങൾക്ക് MP-മാരെ MLA-മാരെ ഒന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ഒരുപക്ഷെ ഈ പറയുന്ന 84 മുതൽ ഇന്ന് വരെ നിൽക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് താല്പര്യമുണ്ടാകാം പ്രസിഡന്റ് ആകാൻ, പക്ഷേ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള പ്രസിഡന്റ് ഉണ്ടാവുന്നതാണ് നല്ലത്. രാജീവ് ചന്ദ്രശേഖരൻ ഈ പറയുന്ന ശശി തരൂരിന്റെ കൂട്ട് തന്നെ യാതൊരു കാരണവശാലും എനിക്ക് മനസ്സിലാവുന്നത് BJP-യുടെ ഒരു താഴെത്തട്ടിൽ നിന്നോ സംഘത്തിന്റെ ഭാഗമായിട്ടോ ഈ പാർട്ടിയുമായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം വളരെ കൂടുതൽ സമയം ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുണ്ട്, BJP-യുടെ രാജ്യസഭയുടെ ഭാഗമായിട്ടുണ്ട്. അത് അദ്ദേഹത്തെ വേറെ രീതിയിൽ ഇപ്പൊ ജയശങ്കറിനെയൊക്കെ ഉപയോഗിക്കുന്ന പോലെ രാഷ്ട്രീയത്തിനകത്ത് ഭരണ സംവിധാനത്തിനകത്ത് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് നരേന്ദ്രമോദി വെച്ചതാണ്. ആ ആളിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ സ്പേസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന പ്രസിഡന്റ് ആയാൽ ആ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചു പോകുന്നതിന് വേണ്ടിയുള്ള പ്രാപ്തി അല്ലെങ്കിൽ കഴിവും ഇവിടുത്തെ താഴെത്തിട്ടുള്ള രാഷ്ട്രീയക്കാരന്റെ മനസ്സിലിപ്പോ ഒന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് അദ്ദേഹം ജയിച്ചിരുന്നേനെ. ഒരു പറയുന്നത് പോലെ ഒരു നഗ്ന സത്യം പറഞ്ഞാൽ മനസ്സിലാവും, തിരുവനന്തപുരം ഈ പ്രാവശ്യവും തോറ്റത് ഈ പറയുന്നത് പോലെ BJP-ക്കകത്ത പ്രശ്നങ്ങൾ തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടി വരും. അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ
സംസ്ഥാനത്തുടനീളമുള്ള BJP-യുടെ പൾസ് മനസ്സിലാക്കി മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. അത് അവർ അല്ലാതെ തീരുമാനിക്കേണ്ട കാര്യം. ജനങ്ങള് പക്ഷെ വോട്ട് ചെയ്യാഞ്ഞിട്ടല്ല അല്ലേ സാർ ഈ പരാജയപ്പെട്ടത്? ഈ BJP-യുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയതെന്നാണ് എല്ലാവർക്കും തോന്നുന്നത് അല്ലേ? എല്ലാവർക്കും തോന്നുന്നത് അത് തന്നെയാണ് പറഞ്ഞത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിന് ഈ ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചത് BJP അതിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. BJPക്ക് അകത്തെ ചില ആൾക്കാർ വിചാരിക്കുക സുരേഷ് ഗോപി തോക്കണമെന്ന് വിചാരിച്ചാൽ പോലും 75,000 വോട്ടവും അദ്ദേഹം 5 കൊല്ലം കൊണ്ട് അവിടെ നിർന്ന് പുതിയ ബോധ്യപ്പെട്ട് അവിടെ ചേർത്തായിരുന്നു. പിന്നെ അയാൾ എന്തുവാണെന്ന് 5 കൊല്ലം കൊണ്ട് അയാൾ അവിടെ മനസ്സിലാക്കി കൊടുത്തായിരുന്നു. അപ്പൊ ആ രീതിയില് പ്രതാപനെ എനിക്ക് അടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രതാപനെ ബലത്താലേ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ആ രീതിയിലേക്ക് ആവുന്നതിന് ആയില്ലെങ്കിൽ അവന് നമ്മളെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഞാനീ പറഞ്ഞത് നമ്മൾ സംഘടനാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസാരം വരുമ്പോൾ ഇപ്പൊ ഈ മാസം അവസാനം പ്രസിഡന്റിനെ തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റിനെ തീരുമാനിക്കാൻ താമസം വരുമ്പോൾ ഇവിടുത്തെ ഒരു കാര്യം ഇവിടുത്തെ മാധ്യമങ്ങൾ എത്ര അമ്മി ഉമ്മി ചോദ്യത്തിനൊക്കെ പറഞ്ഞതിനൊക്കെ ആരാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യം വെളിയിൽ കൊണ്ടുവരുന്നതിന് അവർ അനൗൺസ് ചെയ്യുമ്പോഴേ വരത്തുള്ളൂ. അതിനകത്ത് BJP നമ്മൾ അംഗീകരിച്ചേ വയ്യാത്തുള്ളൂ. അത്രയ്ക്ക് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ നേരത്തെ ഒരു ഹിന്റ് പോലും ഒരാൾക്ക് ഉറപ്പിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവരാണ് അവരുടെ തീരുമാനങ്ങൾ. കേരളത്തിൽ പ്രസിഡന്റ് കാര്യമായാലും കേന്ദ്രത്തിലെ പ്രസിഡന്റ് ആ രീതിയിലൊക്കെ പാർട്ടി. അപ്പൊ ആ പാർട്ടി ആ രീതിയിൽ കേരളത്തിൽ വളർത്തിയെടുക്കണം. സാഹചര്യം ഇപ്പം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യം മുതലെടുക്കണമെങ്കിൽ ജനങ്ങൾക്കിടയ്ക്ക് താല്പര്യമുള്ള നേതാക്കന്മാരുണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ രീതിയിലും സംഘടനാപരം 2026 ഈ പറയുന്ന നിയമസഭയാണല്ലോ, നിയമസഭയിൽ ഇവർ വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ എല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. തമ്മിലടി കുറച്ച് പാർട്ടിയെ ഒരുമയോടുകൂടി പരസ്പരം അംഗീകരിച്ച് മുന്നോട്ട് പോയാൽ വളരെ വലിയൊരു മുന്നേറ്റം ഇവിടെ നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും എന്ന് ഈ സർഫോളജിസ്റ്റുകളും അല്ലെങ്കിൽ വിദഗ്ധന്മാരും പറയുന്നു. അതൊരു പരിധി സാധിക്കും. ഞാൻ ഈ പറഞ്ഞ തുലനം ചെയ്യുമ്പോൾ ചന്ദ്രശേഖരനെക്കാട്ടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജനം ആഗ്രഹിക്കുന്ന ഒരു ശോഭാ സുരേന്ദ്രനെയോ ഒരു രമേശനെയോ ഒരു സുരേന്ദ്രനെയൊക്കെ ആയിരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഏതായാലും 26 BJPക്ക് നേട്ടത്തിന്റെ കാലം തന്നെയാണ്. ഇതുവരെ ഉള്ളതുപോലെ BJP വളരെ കൃത്യമായ പൊളിറ്റിക്സിലേക്ക് കേരളത്തിലും എത്തിച്ചു. തീർച്ചയായിട്ടും. എന്തായാലും BJPയുടെ അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ പലർക്കും പല ആശങ്കകളുണ്ട്, അതുപോലെ തന്നെ ആകാംക്ഷയുണ്ട്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് BJPയുടെ സംസ്ഥാനത്തെ അണികൾ എല്ലാം തന്നെ BJP വളരെ ശക്തമായി മുന്നോട്ട് പോകണം, അതിന് പ്രാപ്തരായിട്ടുള്ള നേതാക്കന്മാർ തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അതിലൊരു അഭിപ്രായ വ്യത്യാസവും ആർക്കുമില്ല. എന്തായാലും അത് തന്നെ BJP ആ ഒരു അഭിപ്രായം കണ്ടുകൊണ്ട് തന്നെ ഒരു നേതാവിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.